നമ്മളിപ്പോൾ മട്ടൻ ചെട്ടിനാടിന് വേണ്ടിയിട്ട് അതിൻ്റെ മസാല റെഡിയാക്കുകയാണ്. 5 ടീസ്പൂൺ മല്ലി വറുത്തെടുക്കാം. നമ്മുടെ മല്ലി ഏതാണ്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഇത് രണ്ടും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് പട്ട പൊടിച്ചിടുക, കുറച്ച് ഒരു 3-4 ഗ്രാമ്പു ഇടുക, ഒരു 3-4 ഏലക്ക ഇടുക. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഒരു 10 ചുമന്ന മുളക് എടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇപ്പോൾ നമ്മൾ മുളക് വറുത്തെടുക്കുകയാണ്. ഇതെല്ലാം സെപ്പറേറ്റ് വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ ഹീറ്റാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ ചിലത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. മുളകിന് കൂടുതൽ ചൂട് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം എണ്ണ ഒഴിക്കുന്നില്ല. കറി ഉണ്ടാക്കുമ്പോൾ മാത്രമേ എണ്ണ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇനിയൊന്ന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊരു മിക്സിയിലൊന്ന് നല്ല കട്ടിക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മളൊരു 50 ml ഓയിൽ ഒഴിക്കുകയാണ്. ചെറിയൊരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്, 2 ഗ്രാമ്പു, അതിനകത്ത് ഒരു പീസ് തക്കോലം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 50 ml വെളിച്ചെണ്ണ, അതിനകത്ത് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ തക്കോലം ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു സർവ്വസുഗന്ധിയുടെ ഒരു ഇല ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇടുകയാണ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് വഴണ്ടതിന് ശേഷം സവോള ഇട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കും. ഇപ്പം നമ്മുടെ ഈ സാധനം ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചുമന്ന കളർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി വലിയ ഉള്ളി സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി അടുത്ത കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മീഡിയം തക്കാളി.
നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മസാല നമ്മൾ മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ മസാലക്കൂട്ട് നമ്മൾ മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അത് ഇതിലേക്ക് ചേർക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നമ്മൾ മട്ടൺ ചേർക്കാം. ആ മട്ടനും കൂടിയിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് സെറ്റായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന മട്ടൺ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഒരു അരമുറി തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. ഇനി ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടേ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വാങ്ങി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൺ ചെട്ടിനാട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ അടച്ചു വെക്കുമ്പോൾ ആ ചൂടിൽ നിന്ന് ഇങ്ങനെ വെന്തോളും. അപ്പോൾ ഇതിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൺ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രെഡും മട്ടനും നല്ല കോമ്പിനേഷനാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡും മട്ടനുമാണ് ശരിക്കും കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.